നമസ്കാരം. ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും. പൗരാണിക മനുഷ്യർ ജ്യോതിഷം പ്രയോജനപ്പെടുത്തിയത് ഏതൊക്കെ മേഖലകളിലാണ് എന്ന് നാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ കണ്ടു. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും നടത്തുന്ന ആ ഭ്രമണത്തെ 27 തിരിച്ച് ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാലഗണന. രണ്ടാമത്തത്, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന് അവർ ധരിച്ചിരുന്ന സാങ്കല്പിക എക്ലിപ്റ്റിക് അതിന് 12 വിഭജിച്ചു. ഓരോ ഭാഗത്തിനും നേരെ വരുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ ഓരോ രൂപം ഭാവന ചെയ്തു. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള രാശികൾ സങ്കല്പിച്ചു. ഓരോ രാശിയിലും സൂര്യൻ നിൽക്കുന്ന സമയവും ഭൂമിയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചു. അങ്ങനെ ഓരോ വർഷം മാറി മാറി വരുന്ന കാലാവസ്ഥയും അത് നോക്കി കൃഷി ചെയ്യുന്ന കാലം കണക്കാക്കി. ചന്ദ്രൻ കടന്നു പോകുന്ന 27 നക്ഷത്രക്കൂട്ടങ്ങളിലൂടെയും സൂര്യൻ കടന്നു പോകുന്നുണ്ട് എന്ന് അവർ നിരീക്ഷിച്ചു. എന്നാൽ ചന്ദ്രൻ ഒരു ദിവസം മാത്രമേ ഒരു നക്ഷത്രത്തിന്റെ അടുത്ത് കാണൂ. സൂര്യൻ കുറെ കൂടി പതുക്കെയാണ് യാത്ര. അതായത് സൂര്യൻ ഒരു നക്ഷത്രം കടക്കാൻ ഏതാണ്ട് 14 ദിവസം എടുക്കും. അതാണ് ഞാറ്റുവേല എന്ന് നമ്മൾ കേരളത്തിൽ വിളിച്ചത്. അങ്ങനെ ഓരോ ഞാറ്റുവേലയിലും കൃഷിക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കി കൃഷി ചെയ്യുവാൻ സാധിക്കും. അതായത് കൃഷിക്കുള്ള കൃത്യമായ കലണ്ടറായി ഇത് മാറി എന്ന് നമുക്ക് കാണാം. മൂന്നാമത്, മരുഭൂമിയിലൂടെയോ കടലിലൂടെയോ സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് ദിക്ക് കണ്ടുപിടിക്കാനുള്ള അന്നത്തെ ഒരേ ഒരു മാർഗമായിരുന്നു നക്ഷത്രങ്ങളുടെ സ്ഥാനം. വടക്ക് ചലിക്കാതെ നിൽക്കുന്നതായി തോന്നുന്ന ധ്രുവൻ എന്ന് ഇന്ത്യക്കാർ വിളിക്കുന്ന നക്ഷത്രം കൃത്യമായി വടക്ക് കാണിച്ചു കൊടുക്കും. ഒരു ദിക്ക് കൃത്യമായി കിട്ടിയാൽ മറ്റുള്ളവ കാണാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല. അങ്ങനെ കാലഗണനയും ദിക്കും കണ്ടുപിടിക്കാനുള്ള പ്രധാന മാർഗങ്ങളായാണ് അന്ന് ജ്യോതിശാസ്ത്രത്തെ മനുഷ്യർ ഉപയോഗപ്പെടുത്തി. ഈ സമ്പ്രദായത്തിൽ നിന്ന് ഫലഭാഗ ജ്യോതിഷം അഥവാ ഇന്ന് നമ്മൾ പറയുന്ന ജ്യോത്സ്യം വികസിച്ചു വന്നത് ക്രിസ്തുവിന് മുമ്പ് 7-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയയിലാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കി ഗ്രഹനിർണയം, മുഹൂർത്ത ചിന്ത, ഫലനിർണയം, ഭാവി പ്രവചനം മുതലായവ നടത്തുന്ന രീതിയാണ് ഫലഭാഗ ജ്യോതിഷം എന്ന് പറയും. ഗ്രഹങ്ങളുടെ സ്ഥാനം ഒരു വ്യക്തിയുടെ ഭാവിയെ സംബന്ധിച്ച് സൂചനകൾ നൽകുന്നു എന്ന വിശ്വാസം ബാബിലോണിയയിലെ കൽദായ പുരോഹിതന്മാരാണ് പ്രചരിപ്പിച്ചത്. അലക്സാണ്ടറുടെ പടയോട്ടത്തോടെ ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചു. ഗ്രഹങ്ങളെ അനുഗ്രഹ വിഗ്രഹ ശേഷിയുള്ള ദേവന്മാരായി സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവചനങ്ങൾക്ക് അടിസ്ഥാനമായ ഫലഭാഗ ജ്യോതിഷം ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇന്ത്യയിൽ പ്രചാരത്തിലായത്. ബാബിലോണിയക്കാർ ചന്ദ്രന്റെ പദത്തെ ഏറെക്കുറെ അവഗണിച്ചു. പകരം സൂര്യൻ ഭൂമിക്ക് ചുറ്റും പോകുന്നതിനെയാണ് അവർ കണക്കിൽ.
ഒരു വർഷം കൊണ്ട് സൂര്യൻ പോകുന്ന വഴിയെ അവർ 12 ഭാഗങ്ങളായി തിരിച്ചു. അതാണ് രാശികൾ. ഓരോ രാശിയിലെയും പശ്ചാത്തലത്തിൽ വരുന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് അവർ ഓരോ പേരും നൽകി. ബാബിലോണിയക്കാര് കൊടുത്ത പേരുകൾ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഗ്രീക്കുകാർ ഒരു രാശിയെ ഏരീസ് എന്ന് വിളിച്ചു. ഇന്ത്യക്കാർക്ക് അത് ഒരു ചെമ്മരിയാട് കിടക്കുന്നതായാണ് തോന്നിയത്. അതുകൊണ്ട് അത് മേഷം ആയി. അതാണ് നമ്മുടെ മേടം. അതുപോലെ അടുത്തത് ഋഷഭമാണ്, കാളയുടെ രൂപം. ഗ്രീക്കുകാർക്കത് ടോറസ് ആണ്. നമ്മൾ അതിനെ ഇടവം എന്ന് വിളിച്ചു. അടുത്തത് മിഥുനം. ഇന്ത്യക്കാർ അതിനെ അശ്വിനി ദേവന്മാരായ ഇരട്ട ദേവന്മാരെന്ന് സങ്കല്പിച്ചു. ഗ്രീക്കുകാർക്കും റോമാക്കാർക്കും അത് ദേവന്മാർ തന്നെയാണ്. കാസ്റ്റോർ, പൊളോക്സ് എന്ന 2 ഇരട്ട ദേവന്മാരാണ് അവർക്ക്. അങ്ങനെ കർക്കിടകം ഞണ്ടാണ്, ചിങ്ങം സിംഹമാണ്, കന്നി കന്യകയാണ്, തുലാം തുലാസാണ്, വൃശ്ചികം തേളാണ്, ധനു ധനുഷ് അല്ലെങ്കിൽ വില്ലാണ്, മകരം മുതല അഥവാ മകരമത്സ്യമാണ്, കുംഭം കുടം, മീനം മത്സ്യം ആണ്. ഇങ്ങനെ 12 രാശികൾ ഒരു ചതുരത്തെ 12ആയി ഭാഗിച്ചു. ഏറ്റവും മുകളിലെ 4 ഗോളങ്ങളിൽ ഏറ്റവും ഇടതുള്ളത് മീനം. അതിൽ തുടങ്ങി ക്ലോക്ക് വൈസ് മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന് കുംഭം വരെ എത്തുമ്പോൾ 12 മാസങ്ങൾ പൂർത്തിയാകും. ഇതാണ് രാശിചക്രം എന്ന് പറയുന്നത്. ഇതുകൂടാതെ ചന്ദ്രനും ഭൂമിയും അന്ന് ഗ്രഹങ്ങളാണ്. അങ്ങനെയാണ് ബാബിലോണിയക്കാരുടെ സപ്തഗ്രഹങ്ങൾ എന്നുള്ള സങ്കല്പം ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആഴ്ചകൾ എന്ന സങ്കല്പവും ഉണ്ടായത്. ആഴ്ചകളുടെ പേര് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സൺഡേ സൂര്യന്റെ ദിവസം, മൺഡേ ചന്ദ്രന്റെ ദിവസം, അങ്ങനെ ഓരോ ദിവസങ്ങളാണ്. എന്നാൽ ഇന്ത്യക്കാർക്ക് 7 അല്ല 9 ഗ്രഹങ്ങൾ ഉണ്ടായി. സപ്തഗ്രഹങ്ങൾ കൂടാതെ രാഹു, കേതു എന്ന 2 ഇരുണ്ട ഗ്രഹങ്ങൾ, തമോ ഗ്രഹങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 9 ഗ്രഹം. ആദ്യകാലങ്ങളിൽ ഇന്ത്യക്കാർക്ക് ആഴ്ച എന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നേയില്ല. നാം നേരത്തെ കണ്ട പോലെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന ഒരു ചാന്ദ്രപഥം, അതുപോലെ തന്നെ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതായി തോന്നുന്ന എക്ലിപ്റ്റിക് അഥവാ ക്രാന്തിപഥവും ഉണ്ട്. ഇതിന്റെ പ്ലെയിൻ രണ്ടും അത് തമ്മിൽ 5 ഡിഗ്രി ചെരിവുണ്ട്. അതുകൊണ്ട് ഭൂമിയുടെ ഇരുവശത്തായി ഇത് രണ്ടും ക്രോസ് ചെയ്തു. അതാണ് രാഹുവും കേതു. ഈ 2 പോയിന്റ്സും യാഥാർത്ഥ്യമാണ്. ഇന്ത്യക്കാർ കണക്ക് കൂട്ടി കണ്ടുപിടിച്ചതുമാണ്. ഈ ചാന്ദ്രപഥം സൂര്യപഥത്തെ തെക്ക് നിന്ന് വടക്കോട്ട് ഖണ്ഡിക്കുന്നത് രാഹു, വടക്ക് നിന്ന് തെക്കോട്ട് ഖണ്ഡിക്കുന്നത് കേതു. രാഹുവിന്റെയും കേതുവിന്റെയും പ്രാധാന്യം ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ഗ്രഹണം ഉണ്ടാകും എന്നതാണ്. അതായത് രാഹുവിലും കേതുവിലും ഗ്രഹണം ഉണ്ടാവും. രാഹുവിൽ സൂര്യനും ചന്ദ്രനും എത്തിയാൽ ചന്ദ്രനായിരിക്കും ഭൂമിയോട് അടുത്ത് നിൽക്കുന്നത്.
അപ്പൊ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കും. അപ്പൊ സൂര്യഗ്രഹണം. കേതുവിലും സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചെത്തപ്പോഴും സൂര്യഗ്രഹണം. രാഹുവിൽ സൂര്യനും കേതുവിൽ ചന്ദ്രനും വന്നാൽ, അല്ലെങ്കിൽ തിരിച്ചായാലും മതി, ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ മറയ്ക്കും. അപ്പൊ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവിടെ ഒരു വസ്തുവുമില്ല, അത് രണ്ട് സ്ഥാനങ്ങൾ മാത്രം. ഇക്കാര്യം ആര്യഭട്ടന് വളരെ നന്നായി അറിയാൻ പറ്റും. സൂര്യന്റെ 12 സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് രാശിചക്രം എന്ന് മുൻപ് പറഞ്ഞു. ഈ രാശിചക്രത്തിലൂടെ ഗ്രഹങ്ങളും കടന്നു പോകുന്നുണ്ട് എന്ന് അവർ നിരീക്ഷിച്ചു. ഒരാൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു, അതായത് രാശിചക്രത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. അതാണ് ഗ്രഹനില എന്ന് പറയുന്നത്. നമ്മൾ ഗ്രഹനിലയിൽ ജ്യോത്സ്യന്മാർ എഴുതുന്ന ര, ശു, ഗു, ശ എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ര എന്ന് പറഞ്ഞ രവിയാണ്, സൂര്യൻ. ശു എന്നാൽ ശുക്രൻ, ഗു എന്നാൽ ഗുരു, അതായത് വ്യാഴം, ശനി എന്നാൽ ശനി തന്നെ. അങ്ങനെ ഒരാളുടെ ജനന സമയം ഏത് രാശിയിലാണ്, ആ സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെ ആയിരുന്നു എന്ന് കൃത്യമായും കുറിച്ചു വെച്ചാൽ വളരെ നീണ്ട ഒരു കാലഗണന അതുകൊണ്ട് സാധിക്കും. അതിൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് ശനിയാണ്. കാരണം ശനി മന്ദനാണ്, മന്ദഗതിക്കാരൻ. വളരെ പതുക്കെയാണ് അവന്റെ യാത്ര. ശനി ഒന്ന് ചുറ്റി വരാൻ 30 കൊല്ലം എടുക്കും. ഒരു രാശി കടക്കാൻ 2.5 കൊല്ലം. അതുകൊണ്ട് ഒരാൾ ജനിച്ചപ്പോൾ ശനി എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെയാണ് എന്ന് നോക്കിയാൽ അയാളുടെ വയസ്സ് കൃത്യമായും അറിയാൻ കഴിയും. അതായത് അയാൾ ജനിച്ചതിന് ശേഷം 10 രാശി കഴിഞ്ഞാണ് ശനി നിൽക്കുന്നെങ്കിൽ അയാൾക്ക് 25 വയസ്സ് കഴിഞ്ഞു എന്ന് സാരം. വ്യാഴത്തിന്റെ സ്ഥാനം കൂടി നോക്കിയാൽ കുറെ കൂടി കൃത്യത ഉണ്ടാവും. ബാബിലോണിയ പിന്നീട് നിരന്തരമായ ആക്രമണങ്ങൾക്കും കീഴടക്കലുകൾക്കും വിധേയമായി. അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമായി അവർ മാറി. സാധാരണഗതിയിൽ തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അന്വേഷിച്ച അവർ ചെന്നെത്തിയത് ഗ്രഹങ്ങളിലാണ്. ഗ്രഹങ്ങളുടെ നിൽപ്പാണ് തങ്ങളുടെ ഓരോരുത്തരുടെയും ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് അവർ കരുതി. സാധാരണഗതിയിൽ അതിൽ നിന്നും സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ പുരോഹിത ജ്യോത്സ്യ കൂട്ടുകെട്ട് കഥകൾ മെനഞ്ഞു ആളുകളെ കൂടുതൽ ചൂഷണം ചെയ്യാൻ തുടങ്ങി. മുൻകാലത്ത് വികസിച്ചു വന്ന ഗണിതം മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിപ്പിക്കാനുള്ള ഒരു മാർഗമായി അവർ മാറ്റി. പിന്നീട് അത് ഗ്രീസിലേക്കും റോമിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വളരെ വേഗം പടർന്നു. ഇതിൽ പെട്ടെന്ന് വില്ലന്മാരായി മാറിയ 2 ഗ്രഹങ്ങളാണ് ചൊവ്വയും ശനിയും. ചൊവ്വ ചുവന്ന നിറത്തിലുള്ള ദേവനാണ്. യുദ്ധത്തിന്റെയും രക്തത്തിന്റെയും നിറമാണ്. ഇന്ന് പക്ഷെ നമുക്കറിയാം ചൊവ്വയിൽ ഇരുമ്പിന്റെ ഓക്സൈഡ് ധാരാളമായി ഉള്ളത് കൊണ്ടാണ് അതിന്റെ നിറം ചുവപ്പായി കാണുന്നത്. നേരത്തെ പറഞ്ഞ 12 രാശികൾക്കും അധിപന്മാരായി ജ്യോത്സ്യന്മാർ 7 ഗ്രഹങ്ങളെ തീരുമാനിച്ചു. സൂര്യനും ചന്ദ്രനും രാജസ്ഥാനം കൊടുത്തു.
സൂര്യൻ ചിങ്ങൻ രാശിയുടെയും ചന്ദ്രൻ കർക്കടകം രാശിയുടെയും അധിപന്മാരാണ്. ബുധൻ ചന്ദ്രന്റെ പുത്രനും യുവരാജാവുമാണ്. സൂര്യന്റെ രാശിയായ ചിങ്ങത്തിനടുത്ത് നിൽക്കുന്ന കന്നിയുടെയും ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിനടുത്ത് നിൽക്കുന്ന മിഥുനത്തിന്റെയും ആധിപത്യം ബുധനാണ്. ശുക്രൻ മന്ത്രിയാണ്. ഇടവം തുലാം എന്നീ രണ്ടു രാശികൾ ബുധന്റേതാണ്. ചൊവ്വ ഭൂമിയുടെ പുത്രൻ. മേടവും വൃശ്ചികവും ചൊവ്വയുടേതാണ്. വ്യാഴം ഗുരുവും മീനത്തിന്റെയും ധനുവിന്റെയും അധിപനുമാണ്. ശനി സൂര്യപുത്രനാണെങ്കിലും എല്ലാ ഗ്രഹങ്ങളുടെയും ദാസനുമാണ്. മകരവും കുംഭവും ശനിയുടേതാണ്. അങ്ങനെ നേരത്തെ രാജഭരണവും സാമന്തന്മാരും ദാസന്മാരും ഒക്കെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഗ്രഹങ്ങളെയും തിരിച്ചു. ഇതുകൂടാതെ മൂലത്രികോണ രാശി, ഉച്ചരാശി, അത്യുച്ച രാശി എന്നൊക്കെയുള്ള രാശി ഗ്രഹങ്ങൾക്ക് ഉണ്ട്. അതുപോലെ നീചം, അതിനീചം എന്നൊക്കെയും ഉണ്ട്. അതായത് ആദ്യകാലങ്ങളിൽ തെറ്റായ ചില അറിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ കണക്ക് കൂട്ടലുകളോടെ സൂര്യചന്ദ്രന്മാരെയും അന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളെയും പഠിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഇക്കാലമായപ്പോഴേക്കും ഓരോ ഗ്രഹങ്ങളും എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് അതിന് ഗുണദോഷങ്ങളും നീചൻ, അതിനീചൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങളും നൽകി. അവയാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പ്രചരിപ്പിച്ചു തുടങ്ങി. ന്യായമായും അതിനൊക്കെ പരിഹാരങ്ങളും ഈ ജ്യോത്സ്യ പുരോഹിത കൂട്ടുകെട്ടിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഒരാളുടെ ജനന രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. ഒരു രാശിയിൽ പലപ്പോഴും ഒന്നിലധികം മാസങ്ങൾ വന്നേക്കാം. ഉദാഹരണത്തിന് കുംഭം 16-ാം തീയതി രാവിലെ, അതായത് ഉദയത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ജനിക്കുന്ന ഒരാളുടെ രാശി കുംഭം ആവണമെന്നില്ല. കാരണം ഉദയം കുംഭരാശിയിലാണെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് മീനം രാശിയാവാം. അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ ലഗ്നം മീനമാണെന്ന് വരും. ഇവിടെ ഈ വിശദമായ കണക്കുകൂട്ടുകള് എല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ഈ ലഗ്നമാണ് 1-ാം ഭാവം. അടുത്ത രാശി 2-ാം ഭാവം, അതിനടുത്തത് 3-ാം ഭാവം. അങ്ങനെ ഭാവങ്ങൾ. ഈ ഓരോ ഭാവങ്ങൾക്കും ഉണ്ട് ഗുണദോഷങ്ങൾ. അതായത് ആ ഭാവങ്ങളിൽ അപ്പോൾ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണദോഷങ്ങൾ എന്ന് സാരം. മുൻപ് പറഞ്ഞ ഉദാഹരണത്തിൽ, അതായത് മീനം രാശിയിൽ ജനിച്ച ഒരാളുടെ 7-ാം ഭാവം കന്നിയും 10-ാം ഭാവം ധനുവും 12-ാം ഭാവം കുംഭവുമാണ്. ഈ 7-ാം ഭാവത്തൊക്കെ ചൊവ്വ കയറി നിന്ന് എത്ര പെൺകുട്ടികളുടെ വിവാഹം മുടക്കി. അവരുടെ ഭാവി പലപ്പോഴും കഷ്ടത്തിലാക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പാവം ചൊവ്വാഗ്രഹം ഇതൊക്കെ അറിയുന്നുണ്ടോ? ചൊവ്വയിൽ ഇറങ്ങിയ ഒരു ബഹിരാകാശ വാഹനവും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അന്ധവിശ്വാസം അങ്ങനെ ലോകം മുഴുവനും ഒരു വൻ വ്യവസായമായി മാറുമ്പോൾ കേരളവും അതിലൊട്ടും പിന്നിലല്ല.
അല്പം കൂടെ മുന്നിലാണെങ്കിലേ ഉള്ളൂ. പൂയനാളിന് കാല് 4ആണ്. മൃഗങ്ങളുടെ 4 കാല് പോലുള്ള കാലല്ല, 1/4 ആണ് പറയുന്നത്. പൂയനാളിന്റെ ആദ്യത്തെ 6 മണിക്കൂറിൽ ആണ് ജനനമെങ്കിൽ കുഞ്ഞിന് ആപത്താണ്. അതായത് തൻകാല്. അടുത്ത 6 മണിക്കൂർ കുഞ്ഞിന്റെ അമ്മയ്ക്കാണ് ദോഷം, അമ്മക്കാല്. അടുത്ത 6 മണിക്കൂർ കുഞ്ഞിന്റെ അമ്മാവനാണ് പ്രശ്നം. അവസാനത്തെ 6 മണിക്കൂർ കുഞ്ഞിന്റെ അച്ഛനും ആപത്താവും. പക്ഷെ ഇവിടെ അച്ഛനേക്കാൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന അമ്മാവനാണ്. ഒരുപക്ഷെ അന്ന് മാതൃദായക സമ്പ്രദായം നിലനിന്നിരുന്നത് കൊണ്ടാവാം അച്ഛനേക്കാൾ മുൻപ് അമ്മാവന് പ്രാധാന്യം വന്നു. ആയില്യത്തിനും കാലുണ്ട്. രണ്ടും കർക്കിടകത്തിലാണ് വരുന്നത് എന്ന് മറക്കരുത്. ഇന്നത്തെ കർക്കിടകമല്ല, അന്ന് പഞ്ഞക്കർക്കിടകമാണ്. കുഞ്ഞിനോ അമ്മയ്ക്കോ അച്ഛനോ അമ്മാവനോ വീട്ടിലുള്ള ആർക്കൊക്കെയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ശനിയെക്കുറിച്ച് കൂടി അല്പം പറഞ്ഞ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും അതിന്റെ 2ാം രാശിയിലും ശനി സഞ്ചരിക്കുന്ന കാലത്തെയാണ് 7.5 ശനി എന്ന് പറയുന്നത്. ശനി ഒരു രാശി കടക്കാൻ 2.5 കൊല്ലം എടുക്കും എന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ 3 രാശി കടക്കാൻ 3 × 2.5 7.5 കൊല്ലം. അതാണ് 7.5 ശനി എന്ന് പറയുന്നത്. ഒരാളുടെ ചന്ദ്രലഗ്നത്തിൽ നിന്ന്, അതായത് ചന്ദ്രന് അയാളുടെ ജനന സമയം ചന്ദ്രൻ ആണ് എങ്കിൽ, ലഗ്നം നേരത്തെ പറഞ്ഞു, അതിൽ നിന്ന് 4-ാം ഭാവം 7-ാം ഭാവം 10-ാം ഭാവം എന്നീ സ്ഥാനങ്ങൾ ഉൾപ്പെടെ അതിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലില്ലേ, കണ്ടകശനി കൊണ്ടേ പോകും. പക്ഷെ ഇത് 7.5 ശനി പോലെ അത്ര കഷ്ടമല്ല കേട്ടോ. സ്ഥാനമാറ്റവും അലച്ചിലും ഒക്കെയാണ് ഇതിന്റെ ഫലം. പക്ഷെ ഈ ഓരോ ദശയ്ക്കും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും എന്തൊക്കെ ആണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജ്യോത്സ്യന്മാർ നമുക്ക് പറഞ്ഞു തരും. അത് ചെയ്താൽ ഇതിന്റെയൊക്കെ ഫലം മാറുകയും ചെയ്യും. അങ്ങനെയാണ്. മിക്കവാറും ഈ ജ്യോത്സ്യന്റെ കൂട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രവാദിയോ ഒരു പുരോഹിതനോ ഒക്കെ ഉണ്ടാവും നമുക്കിതൊക്കെ പറഞ്ഞു തരാം. നമ്മൾ ആലോചിച്ചാൽ 1 മണിക്കൂറിൽ 17,500 മൈൽ വേഗതയിൽ ഒരാൾ സഞ്ചരിച്ചാൽ കുറഞ്ഞത് 5 വർഷം എടുക്കും ശനിയിലെത്താൻ. ആ ശനിയാണ് അവിടെ നിന്നുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഓരോ മനുഷ്യരോടും ചെയ്യുന്നതെന്ന് മറക്കണ്ട. പാശ്ചാത്യർ റോമൻ ദേവനായ സാറ്റേണിന്റെ പേരാണ് ശനിക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്രീക്ക് ഐതിഹ്യത്തിലെ ക്രോണസും ബാബിലോണിയയിലെ നിനൂർത്ത, അതാണ് ഈ ശനി. ഇന്ത്യയിലെ ശനി അതൊരു ദേവന്മാർക്ക് എന്തും ചെയ്യാമല്ലോ.
എന്റെ ഈ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം. ജ്യോത്സ്യത്തിന്റെ ആ കണക്കുകൂട്ടലുകളെ കുറിച്ച് പറഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് പലതും പറയാനുണ്ട്. എന്തായാലും ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.